ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഓണം ഇങ്ങ് എത്തി, പടിവാതിക്കലെത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ സദ്യയ്ക്ക് വിളമ്പുന്ന ഐറ്റങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഉപ്പേരി വെക്കുന്നതുകൊണ്ട് ശർക്കര വരട്ടി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ശർക്കര വരട്ടിയാണ്. നല്ല നാടൻ ഏത്തയ്ക്ക ഒരു 3-4 കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു 1.5 കിലോ അളവുണ്ട്. ആ ഒരു 1.5 കിലോ സാധനം എടുത്തിട്ട് നമ്മളിന്ന് ശർക്കര വരട്ടി ചെയ്യും. അപ്പം എങ്ങനെ ചെയ്തെന്ന് നോക്കാം. ഇപ്പം നമുക്കൊരു 6 എണ്ണം ഉണ്ട്. ഇപ്പം പച്ചക്കറി കടയിലൊക്കെ ഇഷ്ടംപോലെ പച്ച ഏത്തയ്ക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാന്നറിയാം, ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് പൊളിച്ചെടുക്കും. നമ്മൾ ഈ ഏത്തയ്ക്ക പച്ചക്ക പൊളിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ നഖം കുത്തി അടത്തി മാറ്റല്, നഖത്തിൻ്റെ ഇടയിൽ കയറും. ഭയങ്കര വേദന. നമ്മൾ കുറേ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിച്ചാത്തിയുടെ തുമ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ നടത്തിയെടുക്കണം. അപ്പോൾ ഈ പച്ചക്കായുടെ തൊലിയെല്ലാം നമുക്കൊന്ന് പൊളിച്ചു വെക്കണം. ഈ പച്ചക്കായ കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ തൊലി ഒരിക്കലും കളയല്ലേ കേട്ടോ. എന്നാണെന്നറിയോ, ഇത് വൻപയറും കൂടെ ഇട്ട് തോരൻ വെക്കണം. അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ പൊളിച്ചു. ഇച്ചിരി കയ്യിൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കണം. കാര്യം എന്നാന്നറിയോ, എണ്ണ തേച്ചിട്ട് വേണം അത് പൊളിക്കാൻ. കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. കാര്യം അല്ലെങ്കിൽ ഇത് പൊളിച്ചെല്ലാം വരുമ്പോഴത്തേക്ക് ആ കായെല്ലാം കറുത്തു പോകും. ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ. അപ്പോൾ ഇതേപോലെ മഞ്ഞൾപ്പൊടിക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഈ കായ അങ്ങോട്ട് പറക്കിയിട്ടാൽ അത് കറുത്ത് പോകാതിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം കൂടെ പൊളിച്ചെടുക്കണം. അപ്പോൾ ഏത്തയ്ക്കയുടെ തൊലിയെല്ലാം നമ്മൾ പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടത് കറക്കാതെ കിട്ടി. വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഒരു കോട്ടൻ തുണി എടുത്തിട്ട് അത് തുടച്ചെടുക്കും. ആ വെള്ളമായെല്ലാം ഒന്ന് ഇതുപോലെ ആ വെള്ളമായെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇനി ആ ശർക്കര വരട്ടിക്ക് ഉള്ള രീതിക്ക് അരിഞ്ഞെടുക്കണം. നമുക്കറിയാമല്ലോ ശർക്കര വരട്ടി എങ്ങനെ ഇരിക്കുന്നത്. അതേ രീതിക്ക് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ നേരെ രണ്ടായിട്ടങ്ങ് മുറിച്ചെടുക്കുക. ഇതേപോലെ മുറിച്ചിട്ട് ഇതേപോലെ വലിയ കനമില്ലാതെ ഒരേ കനത്തിൽ മാക്സിമം അരിഞ്ഞെടുക്കുക. ഒരേ സൈസിൽ അരിയുമ്പം നമുക്കത് ഒരുപോലെ തന്നെ വറുത്തെടുക്കാം. അല്ല ഒരെണ്ണം വറുത്തും ഒരെണ്ണം വറക്കാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ബേസിൻ്റെ അകത്തോട് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ ബാക്കിയൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ 6 കായ ഉണ്ടായിരുന്നു. അതെല്ലാം അരിഞ്ഞ് വൃത്തിയായിട്ട് അത് നമ്മൾ ശർക്കര വരട്ടിയുടെ ആ രീതിക്ക് തന്നെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. വലിയ കനമില്ല, എല്ലാം ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പം ഞാനൊരു ഉരുളിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിക്കട്ടെ. ഇപ്പോൾ ഉപ്പേരിയാണേലും ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ചെയ്യണം. അതാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കും. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ ആ തുണി കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് അങ്ങോട്ട് നമുക്ക് എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് എല്ലാ ഭാഗവും ഒരുമിച്ച് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ ഒത്തിരി ചുമന്ന് പോകരുത്, നല്ല ഫ്രൈ ആകണം. നല്ല തീ തന്നെ വേണം അത് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പം നല്ല പടപടാന്ന് 2 ഭാഗവും മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ധൃതി പിടിച്ചത് കോരല്ല, ഇത് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ കോരി എടുക്കാവുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ തിരുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. അപ്പം ഇതുപോലെ എണ്ണ ഒന്ന് വാർത്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതുണ്ട്. അപ്പോൾ ബാക്കി കൂടെ നമുക്കിതിൻ്റെ അകത്തോട്ട് വറുത്തെടുക്കാം. 2 ട്രിപ്പിൽ വറുത്തെടുക്കും. ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്തപോലെ തന്നെ രണ്ടാമത്തേം നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ അത് ഫ്രൈ ആയെന്ന്. ഫ്രൈ ആയതിനു ശേഷം
ഞാനിനി അടുപ്പങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അല്പം സമയം എടുക്കും കേട്ടോ. തീർത്തി പിടിച്ചൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അല്ല, ഈ ഒരു സൗണ്ട് കിട്ടണത്. നല്ല ഫ്രൈ ആയതിന് ശേഷം ആ എണ്ണ ഒന്ന് വാർന്നിട്ട് ഒക്കെ എടുത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടാം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യണം. ഈ പാത്രം ഒന്ന് മാറ്റട്ടെ. ഇനി ശർക്കര വരട്ടിക്കെന്ന് പറഞ്ഞാൽ ശർക്കര തന്നെ വേണം. ഒരു 300 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്, ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതുപോലെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ ശർക്കര ഒന്ന് ആദ്യമേ ഒന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഇതുപോലെ അരിപ്പ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അരിച്ചെടുക്കുക. ഈ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്തോട്ടൊന്ന് അരിച്ചൊഴിക്കുകയാണ്. നമ്മൾ വീണ്ടും അടുപ്പത്തോട്ടൊന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ ശർക്കര ഒന്ന് മുറുകണം. അതായത് ഒന്ന് ടൈറ്റ് ആകണം ശർക്കര. ഈ ശർക്കര ഒരു നൂൽ പരുവം ആകണം. അതായത് ഒരു നൂൽ പരുവം എന്ന് പറയും, ആ പരുവത്തിലാകണം. അപ്പോൾ ആ ശർക്കരയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നുണ്ട്. അങ്ങ് കുറുകി വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ നോക്കിയാൽ മതി, അല്ലാതെ നമ്മൾ കൈയിട്ടിങ്ങനെ നോക്കിയാൽ കൈ പൊള്ളും കണ്ടോ. ഇപ്പോൾ ഒരു നൂല് പോലായില്ലേ. തീ ഒരു ചെറിയ തീ മതി. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായൊക്കെ അങ്ങോട്ട് കൊടുക്കുക. ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ഒരു 2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത്, ഒരല്പം പഞ്ചസാരയുടെ കൂട്ടിയാണ് നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഇച്ചിരി ഏലക്കയുടെ ഒരു ഉന്നം നിൽക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ചുക്കുപൊടി ചേർക്കണം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്. ചിലർക്ക് പക്ഷേ ഈ ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമല്ലാത്തവർ ഇത് ചേർക്കണ്ട. ചിലർ ചേർക്കും, ഞാനൊരല്പം ചേർത്തെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മതി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാകണം. ശർക്കര എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. ഈ കായുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. അപ്പോൾ ഏലക്ക പൊടിയണമെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താൽ നല്ലപോലെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണം. ഒരുപാട് ഞാൻ കുറച്ചായിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയുടെ ചേർക്കണം. എന്നാണെന്നറിയോ, ഈ ശർക്കരയുടെ ആ പൊട്ടലൊന്നും കുറയ്ക്കാൻ വേണ്ടിയാണ്. അടന്ന് കിട്ടാനും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ എന്താ ഒട്ടെല്ലാം കുറഞ്ഞുണ്ട്, അടന്ന് കിട്ടുന്നുണ്ട്. ആ പഞ്ചസാര നമ്മളൊന്ന് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശർക്കര എല്ലാം ഒന്ന് അടന്ന് ആ ആ പശ കുറഞ്ഞു ശർക്കരയാണ്. അപ്പം നല്ല പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് അരിപ്പൊടി ചേർക്കുന്നില്ല. പക്ഷേ ഒരല്പം അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരുപാട് ചേർത്ത് അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു അര ടീസ്പൂണിൽ കൂടുതൽ അരിപ്പൊടി ചേർക്കുകയും ചെയ്യും. അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ അങ്ങ് നിർത്താം. അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ശർക്കര വരട്ടി എങ്ങനെ വീട്ടിൽ ചെയ്യാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ ശർക്കര വരട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ തണുത്ത് പോകാതിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അകത്തിട്ടും അടച്ചു വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഒരു ശർക്കര വരട്ടി നമ്മൾ എടുക്കുകയാണ്. ഒരു കഷ്ണം കഴിച്ചോട്ടെ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ, ആ ഒരു നല്ല ക്രിസ്പി ആയിട്ട് അങ്ങനെ വേണം പറയാൻ. അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രീതിയിൽ ഓണമല്ലേ, ഈ രീതിയിലൊക്കെ ശർക്കര വരട്ടി ചെയ്ത് നോക്കിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ 1.5 കിലോ പച്ച ഏത്തക്കായ്ക്ക് ഞാൻ ഒരു 300 ഗ്രാം അളവിലാണ് ശർക്കര ചേർത്തിരിക്കുന്നത്. മധുരം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അത് ആ കറക്റ്റ് മധുരമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.